ഫ്രണ്ട്സ്, വെൽക്കം ടു SK എഡ്യൂക്കേഷൻ വേൾഡ്. ഞാൻ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് എടുത്തു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ടെൻഷൻ ഉണ്ടാവും, നമ്മളെല്ലാവരും ഹൈസ്കൂളിൽ എത്തിയല്ലോ. അതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇംഗ്ലീഷിലുള്ള എല്ലാ ടെൻഷനും മാറ്റാം. ഇംഗ്ലീഷ് ചാപ്റ്ററിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 3 യൂണിറ്റാണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഓരോ പാരഗ്രാഫും ലൈൻ ബൈ ലൈൻ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ പേര് ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. ഈ ചാപ്റ്റർ ഒരു ഫോക്ക് ടെയിലാണ്. ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാടോടി കഥ. നാടോടി കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു റൈറ്റർ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ പണ്ട് മുതലേ ഓരോരുത്തർ പറഞ്ഞു കേട്ട് അങ്ങനെ ഒരു സ്റ്റോറിയായി മാറിയതാണ്. ലെസണിലേക്ക് കിടക്കാൻ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെക്കുക. ഈ ഒരു പിക്ക് അത്ര ക്ലിയർ ഉണ്ടാവില്ല. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. Hope you enjoyed the story, the mysterious picture. You came across still, the painter in the story. In the story, you will see a boy who is a painter who knows to draw only cats. It's a Japanese folktale. Read it and enjoy. അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആരുതായിരുന്നു? ചാൾസ് ഡി കോസ്റ്ററിൻ്റെ മിസ്റ്റീരിയസ് പിക്ചർ എന്ന ചാപ്റ്ററിൽ നമ്മളൊരു അടിപൊളി പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിലും നമ്മളൊരു പെയിൻറ്റിങ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. അതായത് ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്താണ്, ഒരു ക്യാറ്റ്സിനെ മാത്രമേ വരയ്ക്കാൻ അറിയുള്ളൂ. അതൊരു ജപ്പാനീസ് ഫോക്ടെയിലാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഓക്കെ. A long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. They had a number of children and found it very hard to feed them all. The eldest son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. അതായത് വളരെ കാലം മുമ്പ് ജപ്പാനിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു കർഷകനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർ വളരെ നല്ല ആളുകളായിരുന്നു. അവർക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാ കുട്ടികളെയും ഭക്ഷണം കൊടുക്കുക, ഫീഡ് ചെയ്യാറുള്ള ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. 14 വയസ്സായപ്പോഴത്തേക്കും മൂത്ത മകൻ, അവരുടെ ഏറ്റവും എൽഡർ സൺ എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ, അവൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അയാൾ ഭയങ്കര ആരോഗ്യവാനായിരുന്നു. ഹി വാസ് വെരി ഹെൽത്തി. ചെറിയ പെൺകുട്ടികളാവട്ടെ, അവർ നടക്കാൻ പ്രാപ്തരായി എന്ന് തോന്നിയ സമയം മുതൽ തന്നെ അവരുടെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ കൂടി പോയി. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. ഹി വാസ് വെരി ക്ലെവർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബട്ട് ഹി വാസ് ക്വയറ്റ് വീക്ക് ആൻഡ് സ്മോൾ, ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. So his parents thought it would be better for him to become a priest than to become a farmer. They took him with them to the village temple one day and asked the good old priest who lived there if he could have their little boy for his acolyte and teach him all that a priest ought to know. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അവരുടെ ചെറിയ മകൻ അത്ര ആരോഗ്യമില്ല. അപ്പോൾ അവനിങ്ങനെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവൻ എന്തുണ്ടായിരുന്നു? ഹി വാസ് വെരി വോയിസ് ഇനഫ് എന്ന് പറഞ്ഞാൽ ഹി വാസ് വെരി ക്ലെവർ. വളരെയധികം ഷാർപ്പ് ബ്രെയിനുള്ള ബുദ്ധിമാനായിരുന്നു. ആ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് അവരുടെ ബ്രദേഴ്സിനെക്കാളും സിസ്റ്റേഴ്സിനെക്കാളും ഒക്കെ വളരെ ക്ലെവറായിരുന്നു. അവൻ വളരെ സ്മോളും വീക്കും ആയതിനെ കൊണ്ട് തന്നെ ആ ഒരു നാട്ടിലെ ആളുകൾ പറഞ്ഞു അവൻ അത്ര വലുതാവാനൊന്നും വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലയെന്ന്. അപ്പോൾ അവരുടെ പാരൻസ് എന്ത് വിചാരിച്ചു? ഇവനെ നല്ലൊരു ഫാമർ ആക്കുന്നതിനെക്കാട്ടും നല്ലത് എന്താക്കാം, ഒരു പ്രീസ്റ്റ് ആക്കാം, പള്ളിയിലുള്ള ഒരു പ്രീസ്റ്റ് ആക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ അടുത്തുള്ളൊരു വില്ലേജ് ടെമ്പിളിൽ ഒരു ദിവസം പോയി. അവിടെ തന്നിട്ട് നല്ലൊരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായിട്ടുള്ളൊരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് എൻ്റെ മോനിങ്ങനെ ആരോഗ്യമൊന്നുമില്ല, അപ്പോൾ എനിക്ക് ഇവനെ എക്കോളൈറ്റ് ആക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. എക്കോളൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹു ഫോളോസ് ആൻഡ് ഹെൽപ്പ് എ ലീഡർ. അതായത് ഒരു ശിഷ്യൻ, ഒരു തുടക്കക്കാരൻ, ഒരു സഹായി എന്നൊക്കെ പറയും. ഓക്കെ. എന്നിട്ട് പറഞ്ഞു ആ ഒരു പ്രീസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അതാണ് സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നത്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് and asked him some hard questions.
So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. അപ്പോൾ ആ ഒരു വൃദ്ധനായ പ്രേസ്റ്റ് ആ കുട്ടീനോട് വളരെ ദയയോടുകൂടി മാന്യമായ രീതിയിൽ ആ ബാലനോട് സംസാരിച്ചു. ലാഡ് എന്ന് പറഞ്ഞാൽ ബാലൻ സംസാരിച്ചു. അദ്ദേഹം അവനോട് കുറച്ച് കടുപ്പിച്ച, അതായത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവൻ നൽകിയ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഷാർപ്പ് ക്ലവർ ഉത്തരങ്ങളായിരുന്നു. അവൻ ഓൾറെഡി നല്ല ബുദ്ധിമാനാണല്ലോ. അപ്പോൾ അവനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആൻസർ പറയുമല്ലോ. അപ്പം അവൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് തന്നെ ആ കൊച്ചു ബാലൻ ഭയങ്കര ക്ലവർ ആയിട്ടുള്ള ആൻസർ പറഞ്ഞു. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ പ്രീസ്റ്റിന് വളരെ സന്തോഷമായി. അദ്ദേഹം ആ കൊച്ചു ബാലനെ ക്ഷേത്രത്തിലേക്ക് സഹായിയായിട്ട് എടുക്കാനും ഒരു പൗരോഹിത്യത്തിനുള്ള വിദ്യാഭ്യാസം നൽകാനും സമ്മതിച്ചു. The boy learned quickly what the old priest taught him and was very obedient in the most thing. But he had only one fault. He liked to draw cats during study hours and to draw cats even though cats ought not to have been drawn at all. ആ ഒരു പ്രീസ്റ്റ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അത് ക്ലെവർ ബോയ് ആയതിനെ കൊണ്ട് അവൻ വളരെ പെട്ടെന്ന് പഠിച്ചെടുത്തു. അങ്ങനെ മിക്ക കാര്യങ്ങളിലും അവൻ വളരെയേറെ അനുസരണമുള്ളവനായിരുന്നു. വെരി ഒബീഡിയൻറ്റ് ചൈൽഡ് വാസ്. പക്ഷെ അവന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഹി വാസ് എ പ്രോബ്ലം. എന്തായിരുന്നു? പഠന സമയങ്ങളിൽ പൂച്ചകളെ വരയ്ക്കാൻ അവൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ ചാപ്റ്റർ പേരിൻ്റെ എന്താണ്? ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്നാണ്. അതായത് അവന് വളരെ ഒബീഡിയൻ്റ് ആണ്, വെരി ഷാർപ്പ് മൈൻഡഡ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു? ഈ സ്റ്റഡി ഹവേഴ്സ്, ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ്, പഠിക്കുന്ന ടൈമിൽ തന്നെ അവൻ എന്തുണ്ടാക്കും? എന്ത് വരയ്ക്കും? പൂച്ചനെ വരയ്ക്കും. കാറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പൂച്ച. പൂച്ചകളെ വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പൂച്ചകളെ വരയ്ക്കാൻ അവന് വളരെയധികം താല്പര്യമായിരുന്നു. അതായത് ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ പൂച്ചകളെ വരയ്ക്കില്ലല്ലോ, ടെമ്പിളല്ലേ. പക്ഷെ എന്നാലും അവൻ അവിടെ പൂച്ചകളെ വരച്ചു. എന്തായിരിക്കും നോക്കാം. Whenever he found himself alone, he drew cats. He drew them all the margins of the priest's books and on the screens of the temple and on the walls and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. He drew them because he could not really help it. He had what is called the genius of the artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. എന്താ പറയുന്നേ? അവൻ ഒറ്റയ്ക്കാണ്, എവിടെയെങ്കിലും തനിച്ചാണെന്ന് കാണുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യും? ഒരു പൂച്ചനെ വരയ്ക്കാൻ തുടങ്ങും. പൂച്ചനെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ്റെ ഗ്രന്ഥങ്ങളിലും അരികുകളിലും ക്ഷേത്രത്തിൻ്റെ മറകളിലും ഭിത്തികളിലും തൂണുകളിലും അങ്ങനെ എല്ലാ സകല സ്ഥലത്തും അവനവൻ പൂച്ചനോട് വരച്ചിടും. ഇക്കാര്യം ശരിയല്ല. ഞാൻ കുറേ പ്രാവശ്യം പ്രീസ്റ്റ് പറഞ്ഞതാണ്. പക്ഷെ പൂച്ചകളെ വരയ്ക്കുന്ന താല്പര്യം അവന് നിർത്താനൊട്ട് കഴിയുമില്ല. അവൻ എന്തായിരുന്നു? ഒരു കലാകാരൻ്റെ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യം അവനുണ്ടായിരുന്നു. അതായത് വളരെ ആർട്ടിസ്റ്റ് സ്കില്ലുള്ള ആയിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതനായിട്ട് സഹായം തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് നല്ല പുരോഹിതൻ നല്ല സഹായം എങ്ങനെയായിരിക്കണം? ബുക്സൊക്കെ പഠിക്കണം, ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണം. പക്ഷെ ഇവനിങ്ങനെ ഡ്രോയിങ് സ്കില്ലുമായിട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ പറ്റുക? അതുകൊണ്ട് തന്നെ അവന് പറ്റൂല എന്ന് പറഞ്ഞു. One day, after he drew some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now, let me give you a last piece of advice, and be sure you never forget it. Avoid large places at night, keep it small." അപ്പം ഒരു ദിവസം അവൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ സ്ക്രീനിൽ, അതായത് ഒരു കടലാസ് മറയിൽ ഒരു സ്ക്രീനിൽ അവൻ പൂച്ചകളെ വളരെ ബ്രില്യൻ്റായിട്ട് വരച്ചു. അതായത് ഭയങ്കര വിദഗ്ധമായിട്ട് അവൻ ചില ചിത്രങ്ങൾ പൂച്ചകളുടെ വരച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വൃദ്ധ പുരോഹിതൻ അവനോട് ഭയങ്കര ഹാർഷായിട്ട് സംസാരിച്ചു. അതായത് കുറച്ച് കടുത്ത ഭാഷയിൽ അവനോട് പറഞ്ഞു, "എൻ്റെ കുട്ടി, നീ ഉടനെ തന്നെ ഈ ക്ഷേത്രം വിട്ട് പോകണം. ഒരിക്കലും നിനക്ക് നല്ലൊരു പുരോഹിതനാവാൻ നിനക്ക് കഴിയില്ല. എന്നാൽ പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവാൻ പറ്റും? ഒരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റും. ആർട്ടിസ്റ്റ് മീൻസ് ഒരു കലാകാരനായി തീർന്നേക്കും. കാരണം അവൻ അത്രയും സ്കില്ലുണ്ടല്ലോ വരയ്ക്കാനുള്ളത്. അവസാനമായിട്ട് ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം. ഉപദേശം. ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഉപദേശം ഞാൻ നിനക്ക് നൽകാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും ഈ ഉപദേശം വിസ്മരിക്കാനും പാടില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് ചില അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ മറന്നു. പക്ഷേ ഈ അഡ്വൈസ് ഗുരു കൊടുക്കുന്നത് എന്താൻ പാടില്ല? മറന്നു പോകാൻ പാടില്ല. മുമ്പ് പറഞ്ഞതാണ്, രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, എന്നിട്ട് ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക.
at night, avoid large places and keep to small. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഞാനൊരു പാരഗ്രാഫും കൂടി പറയാം. The boy did not know what the priest meant by saying, avoid large places, keep to small. He thought and thought while he was tying up his little bundle of clothes to go away, but he could not understand those words and he was afraid to speak to the priest anymore, except to say goodbye. അപ്പോൾ അങ്ങനെ ആലോചിച്ചു, ഈ രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങൾ കഴുകുക. ഇതെന്താ ഇപ്പോൾ പറഞ്ഞത്? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആ കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ട് അവങ്ങനെ അവൻ്റെ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ അവനെ പാക്ക് ചെയ്യണം. അവൻ്റെ ക്ലോത്ത്സൊക്കെ പോവുകയാണല്ലോ അവൻ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ക്ലോത്ത്സൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെ ഭാണ്ഡം മുറുക്കുന്നതിൻ്റെ ഇടയിൽ, ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ഭാണ്ഡം മുറുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എത്ര ആലോചിച്ചിട്ടും ആ വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലായില്ല. പുരോഹിതനോട് വിട ചോദിക്കാനല്ലാതെ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാൻ അവന് ഭയമായിരുന്നു. അവൻ ഗുഡ് ബൈ പറഞ്ഞ് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇതുവരെയുള്ള പറഞ്ഞത് ഞാനൊരു ഷോർട്ടാക്കി പറഞ്ഞുതരാം. അതായത് ഈ സ്റ്റോറി ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോക്ടെയിലാണ്, ഒരു ജപ്പാനീസ് ഫോക്ടെയിൽ. ഇത് സ്റ്റോറീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാമിലീനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഒരു അച്ഛൻ, ഒരമ്മ, കുറച്ച് കുട്ടികൾ. അതിൽ മൂത്ത സണ്ണാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൽഡർ സൺ. ഹി വാസ് വെരി സ്ട്രോങ് ഇനഫ്, സോ ഹി വാസ് ഹെൽത്തിയർ. സോ ഹി സ്റ്റാർട്ടഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ വെൻ ഹി വാസ് 14 years old. 14 വയസ്സായ തന്നെ അവൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. ആൻഡ് ദ സിസ്റ്റേഴ്സ്, ദേ വർ വെരി യങ് സിസ്റ്റേഴ്സ്. അവർ നടക്കാനായി തന്നെ വെൻ ദേ സ്റ്റാർട്ടഡ് ടു walk, they started to help their mother. അവർ നടക്കാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ അവരമ്മേനെ ഹെൽപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നുള്ളൊരു സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വീക്കായിരുന്നു. പക്ഷെ അവനൊരു ഭയങ്കര സ്കില്ലുണ്ടായിരുന്നു. അവനായിരുന്നു ഭയങ്കര ക്ലെവറായിരുന്നു, വൈസായിരുന്നു. ഹി വാസ് വെരി ഷാർപ്പ് ബ്രെയിൻ ബോൺ. അപ്പം അങ്ങനെ അവൻ എന്ത് ചെയ്തു, അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ, അത്ര വീക്കല്ലേ. അപ്പോൾ അവൻ്റെ പാരൻസ് വിചാരിച്ചു അവനെ നല്ലൊരു പ്രീസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഒരു പ്രീസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവൻ ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ, ഷാർപ്പ് ബ്രെയിനുള്ളൊരു ബോയ് ആയതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യൻസും പ്രീസ്റ്റ് ചോദിച്ചത് വളരെ ക്ലെവറായിട്ട് ആൻസർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രീസ്റ്റിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു എക്കോളൈറ്റായിട്ട് തുടങ്ങി. അവൻ്റെ കയ്യിലുള്ള ആകപ്പാടുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു, അവൻ പൂച്ചകളെ വളരെ വരയ്ക്കും. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ബട്ട് അവൻ വരയ്ക്കാൻ പാടില്ലാത്ത ഈവൻ ഗോഡിൻ്റെ സ്ക്രീനിലും വാൾസിലും പില്ലേഴ്സിലും ഒക്കെ പൂച്ചേൻ്റെ വളരെ പിക്ക് അങ്ങോട്ട് വരച്ചിടും. കുറേ പ്രാവശ്യം പ്രീസ്റ്റ് പറഞ്ഞു, നോ ഇത് പാടില്ല, ഇതിവിടെ അങ്ങനെ പാടില്ല. കാരണം ഒരു ഗുഡ് എക്കോളൈറ്റ്, ഗുഡ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബുക്സൊക്കെ പഠിച്ച് അങ്ങനത്തെ ഒരാളായിരിക്കണം, ഗ്രന്ഥങ്ങൾക്ക് നല്ലൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹീ കുഡിൻ സ്റ്റോപ്പ് ഇറ്റ് ബിക്കോസ് ഹി വാസ് വെരി ടാലൻറ്റഡ് ബോയ് ടു ഡ്രോ ക്യാറ്റ്സ്. അതും സാധാരണ ക്യാറ്റ്സ് അല്ല, വളരെയധികം ഒരു എക്സലൻറ്റ് തോന്നിപ്പിക്കുന്ന ക്യാറ്റ്സിൻ്റെ പിക്ചേഴ്സായിരുന്നു അവൻ വരച്ചിരുന്നത്. അപ്പോൾ അവസാനം പ്രീസ്റ്റ് കുറച്ച് ക്യാറ്റിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടതിന് ശേഷം പ്രീസ്റ്റ് പറഞ്ഞു, ശരി മോനെ നീ പോയിക്കോ, നീ പോകുമ്പം നീ ഇവിടുന്ന് എന്തായാലും പോകണം, പാക്കൊക്കെ ചെയ്തോ. അപ്പോൾ നീ പോകുമ്പോൾ ഒരു അഡ്വൈസ് ഞാൻ നിനക്ക് തരാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ at night you should avoid the large places and go to small, keep to small. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ കുട്ടിയെ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അവന് പക്ഷെ ചോദിക്കാനൊരു പേടിയുണ്ടായിരുന്നു എന്താ പറഞ്ഞത്. അപ്പോൾ അവൻ എന്ത് ചെയ്ത് ജസ്റ്റ് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോന്നു. ഇതാണ് ഷോർട്ടായിട്ട് സ്റ്റോറി. ബാക്കി സ്റ്റോറി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് അടുത്ത ഈ ചാപ്റ്റർ